ആ കുട്ടി കരയുന്നത് സങ്കടത്തോടെ അല്പം അമർഷ്യത്തോടെ ഞാൻ കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാലത്തും ആരോരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാ കാലത്തും ഒറ്റക്ക് പൊരുതാൻ, ഒറ്റക്ക് നല്ല ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തമാക്കുക നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന മൂല്യമുള്ള എഡ്യൂക്കേഷനാണ്. പീഡികത്തിണ്ണയിലിരുന്ന് സംസാരിക്കുന്ന അമ്മാവന്മാരോ കുടുംബ സദസ്സുകളിൽ കാണുന്ന പകുതി വിവരം മാത്രമുള്ള ആളുകളോ ആയിരിക്കരുത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഞാൻ ഡോക്ടർ ബിലാൽ. കഴിഞ്ഞ 8 വർഷമായി കുട്ടികളെ നീറ്റിന് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. 2025 നീറ്റ് എക്സാമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത, എന്നാൽ 1 വർഷം കൂടെ നീറ്റിന് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു വീഡിയോ ആണിത്. നിങ്ങൾ അറിയേണ്ടുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ തിരുത്തേണ്ടുന്ന ചില ധാരണകളൊക്കെ ഞാൻ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എനിക്കുറപ്പുണ്ട് ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയുന്നത് പോലെ തന്നെ 2025 നീറ്റ് എക്സാം നമ്മളുടെ എല്ലാം പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് നടന്ന ഒരു പരീക്ഷയായിരുന്നു. നന്നായി പ്രിപ്പയർ ചെയ്തിട്ടും എല്ലാം പഠിച്ചു തീർത്തിട്ടും എക്സാം ഹാളിൽ പോയിട്ട് ആ ചോദ്യപേപ്പർ കണ്ടപ്പോൾ, അവരൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പരീക്ഷ കണ്ടപ്പോൾ അവിടെ പതറിപ്പോയിട്ട് അതുകൊണ്ട് മാത്രം നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റാതെ പോയ അനേകം കുഞ്ഞുങ്ങൾ നമുക്കിടയിലുണ്ട്. അവരിൽ നല്ലൊരു ശതമാനവും അവരുടെ ഉള്ളിൽ ഇപ്പോഴും MBBS എന്ന് പറയുന്ന ആ സ്വപ്നത്തെ ആഴത്തിൽ താലോലിക്കുന്നവരാണ്. 1 വർഷം കൂടെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്താൽ, ഞങ്ങളുടെ തെറ്റുകളെല്ലാം തിരുത്തി 1 വർഷം കൂടെ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്ത വർഷം ആ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടുമെന്ന് ഉറപ്പുള്ള അനേകം കുഞ്ഞുങ്ങൾ, അവരുടെ മെസ്സേജുകളാണ് കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളിലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം പറയാനുള്ളത് ഏകദേശം ഒരേ കാര്യമാണ്. സാറേ, ഞങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം MBBS എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ അത്രയും വലിയൊരു അഭിലാഷമാണ്. ചിലരുടെയൊക്കെ മെസ്സേജുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ പഠിച്ചിട്ട് മുഴുവൻ എത്തിയില്ല, പക്ഷെ നല്ലൊരു ശതമാനത്തിൻ്റെയും മെസ്സേജ് ഞങ്ങളെല്ലാം പഠിച്ചു തീർന്നിട്ടും എക്സാം ഹാളിലെത്തിയപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയി. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് 1 വർഷം കൂടെ പ്രിപ്പയർ ചെയ്താൽ ഞങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും. പക്ഷെ വീട്ടിൽ നിന്ന് അച്ഛൻ സമ്മതിക്കുന്നില്ല, ഉപ്പ വിടുന്നില്ല. അവരുടെ പ്രശ്നം പൈസ തരണം, 1 വർഷം കൂടെ പൈസ കൊടുത്ത് പഠിക്കണം എന്നതല്ല. വീട്ടുകാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ 1 വർഷം കൂടെ പോവൂലേ എന്നതാണ്. പലരുടെയും പേരൻസ് പറയുന്നുണ്ട് അത്രേ: നിങ്ങളെ ഞാൻ പാരാമെഡിക്കലിന് കൊണ്ടുപോയി ചേർക്കാം, നഴ്സിങ്ങിന് പ്രൈവറ്റ് ആയിട്ട് ചേർക്കാം, പൈസ ഞാൻ കൊടുത്ത് ചേർക്കാം, പക്ഷെ എൻ്റെ മോളിനി റിപ്പീറ്റ് ചെയ്യല്ലേ, നിൻ്റെ 1 വർഷം കൂടെ പോവും. ഇത്തരത്തിൽ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ അവർ പറയാണ്: സാറേ, ഞങ്ങളുടെ അത്രയും വലിയ അഭിലാഷമാണ് ഈ ഒരു കോഴ്സ്, ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ, സങ്കടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്, എന്ത് ചെയ്യണമെന്നാണ് അവരൊക്കെ ചോദിക്കുന്നത്. പ്രിയപ്പെട്ട പാരൻസ്, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ച ഭാവി കിട്ടണം. എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ സേഫായിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടണം എന്ന് തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ നന്മ ഉദ്ദേശിച്ച് എടുക്കുന്ന ചില തീരുമാനങ്ങളെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ തിന്മയായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം നന്മയല്ലാതെ ഭവിച്ചേക്കാനുള്ള ഇടയുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ചില ആളുകളെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണ വേണം. ആ ധാരണയോടുകൂടി മാത്രമായിരിക്കണം നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, നീറ്റ് ഒരു മത്സര പരീക്ഷയാണ്. അത്യാവശ്യം നല്ല കോമ്പറ്റീഷനുള്ള ഒരു പരീക്ഷ തന്നെയാണ്. ഈ പരീക്ഷയിൽ മികച്ച റാങ്ക് വാങ്ങുന്ന കുഞ്ഞുങ്ങളെല്ലാം തന്നെ 90% +2 കഴിഞ്ഞ് 1-2 വർഷം റിപ്പീറ്റ് ചെയ്ത് റാങ്ക് അടിക്കുന്ന ആളുകളാണ്. അതല്ലാത്ത വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് വലിയ ഫീസ് കൊടുത്ത് +1-ൻ്റെയും +2-ൻ്റെയും കൂടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടും അതിനു മുൻപ് ഫൗണ്ടേഷൻ കോഴ്സിനൊക്കെ പോയിട്ട് കയറി വരുന്ന വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇത്തരത്തിൽ റിപ്പീറ്റോ റിപ്പീറ്റോ ഒക്കെ ചെയ്ത് തന്നെയാണ് കയറുന്നത്. നിങ്ങൾ പലപ്പോഴും യൂട്യൂബിലൊക്കെ MBBS ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ വീഡിയോ കാണാറുണ്ടാവും അല്ലേ? എനിക്കറിയാവുന്ന എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള അത്തരം ആളുകളിൽ നല്ലൊരു ശതമാനവും റിപ്പീറ്റ് ചെയ്ത് കയറി വന്നൊക്കെ ആളുകൾ തന്നെയാണ്. ഇറ്റ്സ് ഓക്കെ, ഈ പരീക്ഷയ്ക്ക് അത് ഓക്കെ ആണ്. ഇത്തരത്തിലുള്ള MBBS മാത്രമല്ല, എല്ലാ മത്സര പരീക്ഷകളും CA അടക്കമുള്ള IIT എക്സാം അടക്കമുള്ള ഇത്തരം മത്സര പരീക്ഷകളെല്ലാം തന്നെ IASനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 3-4 വർഷം 5 വർഷമൊക്കെ ഇരുന്നിട്ടാണ് ഓരോരുത്തരും മികച്ച റാങ്ക് അടിച്ചിട്ട് ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തിപ്പെടുന്നത്. മത്സര പരീക്ഷകൾ അങ്ങനെയാണ്. ഇതിനെ നിങ്ങൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ പോലെയോ +2-ലെ പരീക്ഷ പോലെയോ കാണരുത്. പക്ഷേ ഇത്തരം പരീക്ഷകൾക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്.
നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്തിപ്പെടാൻ പോകുന്നത് അത്രയും മികച്ച ഒരു ഭാവിയിലേക്കാണ് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പാരൻസിനോടൊക്കെ പറയാറുണ്ട്, നമ്മൾ 8 ഗ്രാം സ്വർണം വാങ്ങണമെങ്കിൽ 72,000 രൂപ കൊടുക്കണം. 8 ഗ്രാം ഇരുമ്പ് 2 രൂപ പോലും വിലയുണ്ടാവില്ല. അപ്പോൾ മൂല്യമുള്ള സാധനങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചധികം എഫേർട്ട് ഇടേണ്ടി വരും, കുറച്ചധികം വർക്ക് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് കാലം വർക്ക് ചെയ്യേണ്ടി വരും. അതിനുള്ള ഗുണം, അതിനുള്ള മൂല്യം ആ പ്രൊഫഷൻ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണത്. പല പാരൻസിൻ്റെയും കൺസേൺ എൻ്റെ കുഞ്ഞിൻ്റെ 1 വർഷം പോകില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ 2 വർഷം പോകില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, 1 വർഷം നേരത്തെ വളരെ ചെറിയ സാലറി കിട്ടുന്ന ഒരു ജോബിന്, വളരെ ചെറിയ ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്ക് നിങ്ങളുടെ കുഞ്ഞ് കയറിയിട്ട് ജീവിതകാലം മുഴുവൻ ആ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നതാണോ, അതോ 1-2 വർഷം ലേറ്റായിട്ട് കയറിയാലും അതിൻ്റെ 10 ഇരട്ടി ശമ്പളമുള്ള, 10 ഇരട്ടി സോഷ്യൽ വാല്യൂ ഉള്ള, സാമൂഹികമായിട്ട് അവർക്ക് മികച്ച ജീവിതം കിട്ടുന്ന ഒരു പ്രൊഫഷനിലേക്ക് അവർ എത്തിപ്പെടുന്നതാണോ? ഏതാണ് മികച്ചത്? ഞാനാണെങ്കിൽ ആ 2ാമത്തെ ഓപ്ഷനെ ചൂസ് ചെയ്യുകയുള്ളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏതെങ്കിലും പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ച് മാസം 20,000 രൂപ ശമ്പളത്തിന് ജീവിതകാലം മുഴുവൻ പണിയെടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നിങ്ങളുടെ കുഞ്ഞൊരു 2 വർഷം കൂടെ കഴിഞ്ഞ് അതിൻ്റെ ഒരു 10 ഇരട്ടി സാലറി കിട്ടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 5 ഇരട്ടി 1 ലക്ഷം സാലറി കിട്ടുന്ന ജോബ് ആയിക്കോട്ടെ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും MBBS കഴിഞ്ഞ ഒരു അത്യാവശ്യം മികച്ച സാലറി, ഇതിൻ്റെ ഒരു 5 ഇരട്ടിയെങ്കിലും ഉള്ള സാലറിയോളം ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മൾ MBBS മാത്രമല്ല, ഇത്തരത്തിലുള്ള ഏത് മത്സര പരീക്ഷകളുടെയും ഗുണം എന്താണെന്ന് വെച്ചാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ഉയർന്നൊരു ജീവിതമാണ് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് മത്സരമുള്ളത്. മൂല്യമുള്ള കാര്യങ്ങൾക്കാവുമ്പോൾ മത്സരം ഉണ്ടാവും, മൂല്യമില്ലാത്തതിന് അത്രയും മത്സരം ഉണ്ടാവുള്ളൂ. എളുപ്പത്തിൽ കിട്ടും, എളുപ്പത്തിൽ കിട്ടുന്നതിന് വലിയ മെച്ചവും ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. എനിക്കറിയാം, നിങ്ങൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ പലരും നിങ്ങളോട് ചോദ്യമായിട്ട് വരും, മോള് എന്തെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്തോ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നടക്കുകയാണോ, ഒന്നും ആയില്ലേ? ഇത്തരമൊക്കെ ചോദ്യങ്ങളുമായിട്ട് വരുന്ന അനേകം ആളുകൾ നിങ്ങൾ കണ്ടുമുട്ടും. പക്ഷെ അവരൊക്കെ നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, നിങ്ങളോടോ മകനോടോ മകളോടോ ഉള്ള സ്നേഹമല്ല, എന്തെങ്കിലുമൊക്കെ ചോദിക്കണ്ടേ എന്ന് കരുതി ചോദിക്കുന്നതാണ്. അത്തരം ചോദ്യങ്ങളാകരുത്. പീഡികത്തിണ്ണയിലിരുന്ന് സംസാരിക്കുന്ന അമ്മാവന്മാരോ കുടുംബ സദസ്സുകളിൽ കാണുന്ന പകുതി വിവരം മാത്രമുള്ള ആളുകളോ ആയിരിക്കരുത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. നന്നായി പ്രിപ്പയർ ചെയ്താൽ ഉറപ്പായിട്ടും അവർക്ക് ഒരു ചാൻസ് കൂടെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറാവണം, ഫിനാൻസ് നിങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും MBBS എന്ന് പറയുന്ന പ്രൊഫഷന് ഒരു പ്രത്യേകതയുണ്ട്. എത്രയൊക്കെ ലോകത്ത് എവിടെ ജോലിയില്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മകനോ മകളോ ആരുടെയും അണ്ടറിൽ ജീവിതകാലം പണിയെടുക്കേണ്ടി വരില്ല. അയാൾ നല്ല രീതിയിൽ പഠിച്ച് അത്യാവശ്യം വിവരമുള്ളൊരു ഡോക്ടറായി ഇറങ്ങിയാൽ തന്നെ സ്വന്തം വീടിൻ്റെ അടുത്ത് ഒരു റൂമിട്ട് അവിടെ ഇരുന്നാലും അയാൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന, നല്ല ക്യാപ്പബിലിറ്റി ഉള്ള ഒരു ഡോക്ടറാണെങ്കിൽ, ഒരു നല്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഫുൾ പൊട്ടൻഷ്യലിൽ പഠിച്ച ഒരാളാണെങ്കിൽ അയാളെ തേടി പേഷ്യൻസ് വരും, അയാളെ തേടി രോഗികൾ വരും. ആദ്യത്തെ കുറച്ച് ദിവസം ചിലപ്പോൾ പേഷ്യൻസ് ഉണ്ടാവില്ല, പക്ഷെ ഓവർ എ പീരീഡ് ഓഫ് ടൈം അയാൾക്ക് അയാളുടെ സ്വന്തം നിലയ്ക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ അയാളെ സഹായിക്കുന്നൊരു പ്രൊഫഷനാണിത്. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും എഫേർട്ട് ഉണ്ടാവും. ആ എഫേർട്ടിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാതെ കൂടെ നിൽക്കുകയാണ് വേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ യാത്രയിൽ നമ്മൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ ഒരു കഥ കൂടെ ഞാൻ പറയാം, നിങ്ങളിത് മസ്റ്റായിട്ട് കേൾക്കണം. ഇത് ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയുടെ കഥയാണ്. അവൾ +2 സയൻസാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് അവൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൾക്ക് ആ ഒരു പ്രാവശ്യം കിട്ടുന്നില്ല. പക്ഷെ അവളുടെ പാരൻസ് അവളെ റിപ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പിന്നീട് ഒരു MBBS പോലെയുള്ള മറ്റു കോഴ്സുകളിലേക്കൊന്നും ചേർക്കാതെ അവളെ നേരെ കൊണ്ടുപോയിട്ട് ഒരു ഡിഗ്രി കോഴ്സിനാണ് ചേർക്കുന്നത്. പ്രൈവറ്റായിട്ട് തന്നെയാണ് അവൾ ഡിഗ്രി പഠിക്കുന്നത്. അത് കഴിഞ്ഞ് അവൾ PG ഫസ്റ്റ് ഇയർ ആകുന്നു. ആ സമയത്ത് അവളുടെ കല്യാണം നടക്കുന്നുണ്ട്. നമ്മുടെ ഉത്തര മലബാറിലെ ഒരു കുട്ടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു സ്വഭാവമാണല്ലോ, സ്വർണ്ണമൊക്കെ കൊടുത്താണ് നമ്മൾ കെട്ടിക്കുക അല്ലേ. 100 പവനോളം കൊടുത്തിട്ടാണ് അവളുടെ കല്യാണം നടക്കുന്നത്. അങ്ങനെ കല്യാണം നടന്ന് അവൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കൊക്കെ പോയി. ഞാൻ അവളുടെ കഥ കേൾക്കുന്നത്, അവളെ കാണുന്ന അവളുടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 4-5 വർഷത്തിന് ശേഷമാണ്. അപ്പോഴത്തേക്ക് അവൾ ഡിവോഴ്സിൻ്റെ വക്കിലെത്തിയിട്ടുണ്ട്. അവളുടെ വീട്ടുകാർ കൊടുത്ത 100 പവൻ സ്വർണ്ണം ഉണ്ടല്ലോ, അതിലെ മഹാഭൂരിഭാഗവും ഹസ്ബൻഡ് അവളുടെ വീട്ടുകാർ ഉപയോഗിച്ച് തീർത്തിരുന്നു. പിന്നീട് ആ വീട്ടിലെ അവളുടെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, എനിക്ക് പരിചയമുള്ള കുട്ടിയാണ്, അവൾ എന്നോട് കരഞ്ഞുകൊണ്ട് ഒരു ദിവസം സംസാരിക്കുന്നത്. അന്ന് ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ വീട്ടുകാർ ഇവിടെ കൊടുത്ത ഈ സ്വർണ്ണം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ പകുതി മതിയായിരുന്നു എന്നെ അവർക്കൊരു നല്ല കോഴ്സിന് ചേർക്കാൻ, അതിൻ്റെ 20-ലൊന്ന് മതിയായിരുന്നു എന്നെ ഒരു തവണ കൂടെ റിപ്പീറ്റിന് വിടാൻ. അങ്ങനെ ഞാൻ പോയിട്ട് ഞാൻ ഒരു ഡോക്ടറായിരുന്നെങ്കിൽ എനിക്കിന്ന് ആരുടെയും സപ്പോർട്ടിന് കാത്തു നിൽക്കാതെ, ആരെയും പേടിച്ച് ജീവിക്കാതെ
സ്വന്തം കാലിൽ മരിക്കുവോളം നിൽക്കാമായിരുന്നു എന്ന് പറഞ്ഞ് ആ കുട്ടി കരയുന്നത് സങ്കടത്തോടെ, അല്പം അമർഷ്യത്തോടെ ഞാൻ കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനിത് പറയുന്നത് നമ്മുടെ പാരൻസ് പലപ്പോഴും, ഞാനിത് പെൺകുട്ടികളുടെ കേസിലാണ് കണ്ടിട്ടുള്ളത്, ഭാവി സേഫാക്കാൻ ചെയ്യുന്ന ഒരു പരിപാടി ഇതാണ്. അവരെ കല്യാണം നടക്കുമ്പോൾ നമ്മൾ വലിയ സ്വർണം കൊടുക്കുന്നു, നമ്മൾ അത് കൊടുക്കുന്നു, ഇത്. നിങ്ങൾ കൊടുക്കുന്ന സ്വർണം ഒരു ചെറിയ ആവശ്യം വന്നാൽ തീരാനുള്ളതേ ഉള്ളൂ, അതോടെ തീർന്നു. അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ആളുകൾ അവരെ ചൂഷണം ചെയ്താൽ തീർന്നില്ലേ? പക്ഷെ പ്രിയപ്പെട്ട പാരൻസ്, നിങ്ങൾ അവർക്ക് സ്വർണ്ണമല്ല കൊടുക്കേണ്ടത്, നിങ്ങൾ അവർക്ക് വേറെ സ്വത്തൊന്നുമല്ല ഉണ്ടാക്കി വെക്കേണ്ടത്. നിങ്ങൾ മികച്ച എഡ്യൂക്കേഷൻ അവർക്ക് നൽകൂ, ഏറ്റവും വിലപിടിപ്പുള്ള എഡ്യൂക്കേഷൻ അവർക്ക് നൽകൂ. അത് അവരുടെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകും, അവർ മരിക്കുന്നത് വരെ. നോക്കൂ, ഞാൻ എപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മുടെ കൂടെ മരണം വരെ ഉണ്ടാകുന്ന ഉറപ്പുള്ള ഒരൊറ്റ ആളേ ഉള്ളൂ, അത് നമ്മൾ മാത്രമാണ്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ശരിയാണ്. മക്കളുണ്ടാവും നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ. മക്കൾ നിങ്ങളുടെ കൂടെ എന്നും നിൽക്കണം നിർബന്ധമുണ്ടോ? ഈ ലോകത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ, പല കേസുകൾ കാണുന്നുണ്ടല്ലോ. മക്കൾ എല്ലാ സമയത്തും അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഉണ്ടാവാറുണ്ടോ? ഇല്ല. മക്കളാൽ അനുഭവിക്കുന്ന അച്ഛനെയും അമ്മയും നമ്മൾ കാണാറുണ്ട്. അച്ഛനാലും അമ്മയാലും ഉപേക്ഷിക്കപ്പെട്ട മക്കൾ നമ്മൾ കാണാറുണ്ട്. ഹസ്ബൻഡിനാൽ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യമാരെ കാണാറുണ്ട്. ഭാര്യയാൽ ഉപേക്ഷിക്കപ്പെട്ട ഹസ്ബൻഡുകളെ കാണാറുണ്ട്. ഈ ലോകത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരേ ഒരാൾ നിങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രൈമറി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിങ്ങളെ ആദ്യം നിങ്ങൾ സേഫ് ആക്കണം. മരണം വരെ മികച്ച ജീവിതം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നതായിരിക്കണം ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ക്ലാസ്സിൽ. അതുതന്നെയാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ മക്കളുടെ ഭാവിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ മക്കൾ മരിക്കുവോളം സന്തോഷത്തോടെ ഇരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, അവരെ മികച്ച ഹസ്ബൻഡിനെ ഉണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ പറ്റുമോ? മറ്റൊരാൾ എത്ര കാലം അവരെ കൊണ്ടു നടക്കുമെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, അവരുടെ കൂടെ അവരുടെ എല്ലാം നഷ്ടപ്പെട്ടാലും, നിങ്ങൾ എത്ര വലിയ മണിമാളികകൾ വെച്ചാലും ഒരു ഭൂമി കുലുക്കം വന്നാൽ തീർന്നു പോയില്ലേ? നിങ്ങൾ എത്രയൊക്കെ പൈസ ഉണ്ടാക്കി വെച്ചാലും ഒരു കള്ളം വന്ന് കൊണ്ടുപോയാൽ തീർന്നില്ലേ? പക്ഷെ നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങളിൽ നിന്ന് ആർക്കും തട്ടിയെടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാ കാലത്തും ആരോരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാ കാലത്തും ഒറ്റക്ക് പൊരുതാൻ, ഒറ്റക്ക് നല്ല ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തമാക്കുക നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന മൂല്യമുള്ള എഡ്യൂക്കേഷനാണ്. അതുകൊണ്ട് ഞാനിത് സങ്കടത്തോടെ പറയുകയാണ്. ഒരുപാട് കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, കഴിവുള്ളവർ. എൻട്രൻസ് എക്സാം പലപ്പോഴും കഴിവ് ഇല്ലാത്തത് കൊണ്ടല്ല കുട്ടികൾക്ക് കിട്ടാത്തത്. അവരൊരു തവണ പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷയുടെ അന്ന് സംഭവിക്കുന്ന പല ഇമോഷണൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ആ ഒരു വർഷത്തെ പ്രിപ്പറേഷനിൽ അവർക്ക് പറ്റുന്ന ചില പാളിച്ചകൾ, അതൊക്കെ കാരണമാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കിട്ടാത്തത്. പ്ലീസ്, ഫിനാൻസ് നിങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ, എനിക്കറിയാം എല്ലാവർക്കും ഇത് പോസിബിൾ ആവില്ല. എൻ്റെ ഈ വീഡിയോ കാണുന്ന പല പാരൻസിൻ്റെയും ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും എൻ്റെ കുഞ്ഞിനെ ഒരിക്കൽ കൂടെ വിടണമെന്ന്. പക്ഷെ അവർക്ക് കഴിയാത്തതുകൊണ്ട് വിടാത്ത പാരൻസ് ഉണ്ടാവും. ക്ഷമിക്കണം നിങ്ങൾ, ഞാനിത് നിങ്ങളോടല്ല പറയുന്നത്. എല്ലാം ഉണ്ടായിട്ടും ഈ അങ്ങാടി തിണ്ണകളിൽ ഇരിക്കുന്ന ആളുകളുടെ ചോദ്യം ഫേസ് ചെയ്യണമല്ലോ, മോൾ ഏതെങ്കിലുമൊക്കെ ഡിഗ്രിക്ക് പഠിക്കുകയാണെന്ന് പറയണമല്ലോ എന്നൊക്കെ പേടികൊണ്ട് മാത്രം കുഞ്ഞുങ്ങളെ അവരുടെ ഇഷ്ടത്തിന് ഒരിക്കൽ കൂടെ പഠിക്കാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന അടുത്തൊരു വർഷം ഞാൻ ആസ്വദിക്കാൻ പോകട്ടെ എന്നല്ലല്ലോ. ഉപ്പ, ഉമ്മ, അച്ഛ, അമ്മേ, ഞാൻ ഒരു വർഷം കൂടെ കഷ്ടപ്പെടാൻ പോകട്ടെ എന്നല്ലേ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുന്നത്. അവർ പോയി കഷ്ടപ്പെടട്ടെ. അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം, നിങ്ങൾ അവരെ വിട്ടു കൊടുക്കണം. അവർ പോയിട്ട് പ്രിപ്പയർ ചെയ്യട്ടെ. അതുകൊണ്ട് നിങ്ങൾ നന്നായി ആലോചിക്കുക. നന്നായി ആലോചിച്ച് അവരെ കൊണ്ട് പറ്റുമെന്ന്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റുമെന്ന് തോന്നിയാൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന പല പേരൻസും വിചാരിക്കുന്നുണ്ടാവും, ഞാനൊരു എൻട്രൻസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എജുപോർട്ടിൻ്റെ ചാനലിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കുട്ടികളെ റിപ്പീറ്റ് ചെയ്യാൻ എത്തിക്കാൻ, അങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ്സിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാവാം. നിങ്ങൾ അങ്ങനെ വിചാരിച്ചോളൂ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് വിട്ടോളൂ. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വിട്ടോളൂ. ഞങ്ങളുടെ അടുത്തേക്ക് വിടണ്ട, ഫൈൻ. ഒരിക്കലും ഇത് എൻ്റെ പേഴ്സണൽ കച്ചവടത്തിന് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ബിലീവ് മീ, നിങ്ങൾ അവരെ ഇഷ്ടമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വിട്ടോളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മെഡിക്കൽ കോളേജിൽ വലിയൊരു ശതമാനം കുട്ടികൾ റിപ്പീറ്റും ഒക്കെ ചെയ്ത് കയറുന്ന കുട്ടികളെ എനിക്കറിയാം. നിങ്ങളുടെ കുഞ്ഞ് 5 വർഷം, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, ഞാൻ എൻ്റെ പല വീഡിയോയിൽ പറഞ്ഞ് ഇവിടെ കൃത്യമായിട്ട് എഴുതി ഈ ബോർഡിൽ കാണിച്ച കാര്യമാണ്. നിങ്ങളുടെ കുഞ്ഞ് 5 വർഷം റിപ്പീറ്റ് ചെയ്ത് MBBS കയറിയാലും ദാറ്റ് ഈസ് ഫാർ ബെറ്റർ.
അതെത്രയോ ബെറ്ററാണ് അവരൊരു സാധാരണ ഒരു ചെറിയ ഒരു കോഴ്സ് എടുത്ത് ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഫിനാൻഷ്യലി സാമ്പത്തികമായി തന്നെ ഒരു 100 ഇരട്ടി മെച്ചമാണെന്ന് എനിക്ക് തെളിയിച്ചു തരാൻ പറ്റും. അപ്പം അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മികച്ച ജീവിതം കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം, വിമർശനങ്ങൾ ഉണ്ടാകാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടാകും. എല്ലാം നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.